ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബില്ല് അവതരിപ്പിക്കും. വളരെ സുപ്രധാനമായ ഒരു നിർദ്ദേശമായിരിക്കും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. കാരണം രാജ്യത്തെ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരു ദിവസത്തിലോ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിലോ സമന്വയിപ്പിക്കുന്ന വളരെ നിർണായകമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് BJP സർക്കാർ അധികാരത്തിലേറിയാൽ കൃത്യമായി നടപ്പാക്കിയിരിക്കുമെന്ന വാഗ്ദാനമുണ്ടായിരുന്നു. ഈ ബില്ല് പാസ്സാകുന്നതോടെ BJPയുടെ വളരെ സുപ്രധാനമായ ഒരു വാഗ്ദാനം കൂടിയാണ് നിറവേറ്റപ്പെടുന്നത്. ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, നമുക്കറിയാം വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത്. കാരണം രാജ്യത്തെ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരു ദിവസത്തിലോ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിലോ സമന്വയിപ്പിക്കുന്ന വളരെ നിർണായകമായ ഒരു നിർദ്ദേശം തന്നെയായിരുന്നല്ലോ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. ഈ ബില്ല് പാസ്സാകുന്നതോടെ വളരെ നിർണായകമായൊരു നീക്കത്തിലേക്ക് രാഷ്ട്രം കടക്കുകയാണല്ലേ? നാളെ ഈ സുപ്രധാനമായ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഘ്വാൾ ആകും ഈ വൺ നേഷൻ വൺ പോളുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുക. അതിനുശേഷം മറ്റന്നാൾ ഒരുപക്ഷേ രാജ്യസഭയിലും ബിൽ അവതരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇന്ന് വൺ നേഷൻ വൺ പോളുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് അവതരിപ്പിക്കുമെന്നത് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നു. എന്നാൽ സർക്കാർ സംവിധാനമോ അതല്ലെങ്കിൽ BJPയോ അതിനോട് പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം നാളെ ലോക്സഭ ചേരുന്ന ഘട്ടത്തിൽ ആദ്യം ചോദ്യോത്തരവേളയാണ്. അതിനുശേഷം 12 മണിയോടുകൂടി കേന്ദ്ര നിയമമന്ത്രി ഈ സുപ്രധാനമായ ബില്ല് അവതരിപ്പിക്കും. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ഒരേ സ്വഭാവം രൂപപ്പെടുത്തുക എന്നത് തന്നെയാണ് വൺ നേഷൻ വൺ പോൾ എന്നതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി നടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടത്തിൽ നടക്കുന്നു. അതിനുശേഷം പിന്നീട് ഓരോ വർഷവും വിവിധ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പല രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഖജനാവിനുണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള വലിയ നഷ്ടങ്ങൾ, ഒപ്പം തുടർച്ചയായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിർത്തിവെക്കേണ്ട പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി നടക്കുമ്പോൾ ഒപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വ്യത്യസ്തമായി നടക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള നഷ്ടങ്ങൾ, അതോടൊപ്പം തന്നെ സമയപരമായ നഷ്ടങ്ങൾ, ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി തന്നെ ആഴത്തിൽ പഠിച്ചുകൊണ്ടാണ് രാംനാഥ് കോവിന്ദ് സമിതി അടുത്ത കാലത്ത് വൺ നേഷൻ വൺ പോളിന് പച്ചക്കൊടി കാട്ടിയത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം അടുത്തിടെ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിന് അംഗീകാരം നൽകി. ഇതോടുകൂടിയാണ് പാർലമെന്റിൽ ഈ സുപ്രധാന ബില്ല് അവതരിപ്പിക്കുന്നതിനെപ്പറ്റി കേന്ദ്ര സർക്കാർ ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് നാളെ കേന്ദ്ര നിയമമന്ത്രി ഈ സുപ്രധാനമായ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ദേവിക. ശരി ഗൗതം.